പുള്ളുകളെ സുഖങ്ങളൊക്കെ തന്നെയാ. പിന്നെ രാവിലെ സണ്ണി അണ്ണന്റെ ഒരു വാക്ക് കേട്ടപ്പോ ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാൻ വന്നതാ. നമ്മുടെ സണ്ണി അണ്ണൻ ഉണ്ടല്ലോ, KPCCയുടെ പ്രസിഡന്റ്. ആ മനുഷ്യൻ പറയുവാന്ന് കേട്ടോ, അയാൾക്കൊരു വിവരമില്ലേ. അയാൾ പറയുവാന്ന്, രാഹുലിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് രാജി അങ്ങ് വെച്ചിരിക്കാൻ. ഇയാൾ രാജിവെക്കാൻ പറയുമ്പോ രാജിവെക്കാൻ ഇയാളാണോ രാഹുലിനെ ജയിപ്പിച്ചത്? അല്ലേ ഇയാളെ കണ്ണിൽ കുരുവാണോ എന്തോ. ഈ കാരണം ഭരണപക്ഷത്തിരിക്കുന്ന എത്ര MLA-മാര് ഇവിടെ പെണ്ണ് കേസിൽ പ്രതികളാണ്. കുറ്റപത്രം സമർപ്പിച്ച നമ്മുടെ 2 പീഡന പരാതികളാണ്. മുകേഷ് അണ്ണൻ അവിടെ ഇരിക്കുന്നു, ഭയങ്കര നല്ല ഞെളിഞ്ഞിരിക്കുന്നു. അത് പോരാഞ്ഞ് പിന്നെ ഗണേശ് അണ്ണന്റെ കാര്യം പറയണം. സോളാർ കേസിലെ പ്രതിയുടെ മോള് വരെ അയാളുടെ ആ പരക്കെയുള്ള സംസാരം നിഷേധിച്ചോ? ഇല്ലല്ലോ. പിന്നെ എത്ര പീഡനാന്നാ പറയുന്നത്? പിന്നെ പറയണ്ടോ എന്തല്ലോ പീഡന കേസിലെ പ്രതികളവിടെ ഉണ്ട്. നമ്മുടെ മുത്തു ശശി അണ്ണനുണ്ടല്ലോ. ആ ശശി അണ്ണന്റെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു തരണ്ടാണ്ടല്ലോ. പഴയ ജോസ് തെറ്റയിൽ അറിയാലോ അല്ലേ? പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പരാതിക്കാരികളെ എല്ലാം സംരക്ഷിക്കുന്ന, ആ വിഹിതത്തിനൊക്കെ ഇങ്ങനെ ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പീഡനം. പിന്നെ നമുക്ക് പറയാൻ ഒരുപാട് പേര് കൈവെടുത്ത് പറയാനുണ്ട്. പ്രതിപക്ഷത്താണെങ്കിലോ വിൻസെന്റ് MLA, എൽദോസ് കുന്നപ്പള്ളി, നീണ്ട നിരയിങ്ങനെ കിടക്കുമല്ലയോ. പിന്നെ സോളാർ കേസിലെ പ്രതികൾ ഈ കോൺഗ്രസ് നേതാക്കന്മാര്, പേര് പറയത്ത വളരെ ചുരുക്കം നേതാക്കന്മാരല്ലേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ കിടന്നിട്ടാണ് ഈ സണ്ണി അണ്ണൻ ഇത്ര വലിയ സോക്കേട്. ചെറുക്കൻ്റെ അടുത്ത് നേരത്തെ രാജിവെക്കാൻ പറഞ്ഞു. അവനതിന് കുറ്റവാളിയായോ? അവന് കുറ്റാരോപിതൻ മാത്രമല്ലയോ, മുഴുവൻ മനുഷ്യാവകാശ ലംഘനങ്ങളും ചെറുക്കന്റെ മേലിൽ ചെയ്തിട്ട് ഒരു വാക്ക് പറയത്ത നന്ദിയില്ലാത്ത ഈ പാർട്ടിക്കാർക്ക് വേണ്ടിയാണല്ലോ ഈ ചെറുക്കൻ രാവും പകലും നടന്നത്. അത് ഓർക്കുമ്പോഴാ ഒരു സന്തോഷം. ഇവൻ ഇപ്പോഴെങ്കിലും ഇവൻ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും അവൻ അറിഞ്ഞെങ്കിലും അത് കേട്ടാ സന്തോഷം അല്ലേ? ഇത്ര കാലമായിട്ട് കോൺഗ്രസിന് വേണ്ടി കൊടി പിടിച്ചവനാ. ഒരു പട്ടയുണ്ടോ അവനെ ചീമൊട്ട എറിഞ്ഞാലെങ്കിലും തിരിഞ്ഞു നോക്കാനായിട്ട്? ഒരു സാധാരണ പൗരനെ ഇങ്ങനെ ചെയ്താൽ ഇവര് പ്രതികരിക്കത്തില്ലയോ? പ്രതികരിച്ച ശ്രീന കുഞ്ഞമ്മയോ എന്തോ ഒരു കുഞ്ഞമ്മയെ പാർട്ടി ചോദിച്ചെന്ന് കാരണം കാണിക്കാൻ പറഞ്ഞെന്ന്. അവര് മനുഷ്യത്തോളം ഒരു വാക്ക് പറഞ്ഞത് അതിന് കാരണം കാണിക്കാൻ എന്തിരിക്കുന്നു ഈ സണ്ണിയണ്ണന് അല്ലേ? പിന്നൊരു കാര്യം കേട്ടോ, രാഹുലിന്റെ കൂട്ടുകാരൻ പരാതിക്കാരുടെ ചാറ്റൊക്കെ പുറത്തു വിട്ട് വീണ്ടും വിളിച്ചെന്ന്. അപ്പൊ വീണ്ടും വിളിച്ചിട്ട് ചെല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവര് വീണ്ടും പീഡന പരാതി കൊണ്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഇവര് വിളിക്കുമ്പോഴെല്ലാം ചെല്ലണം.